നമസ്കാരം. എല്ലാവർക്കും രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ സൂര്യൻ മേടസംക്രമണ സമയത്ത് ഏത് നക്ഷത്രമാണ് ഉദിച്ചു നിൽക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ ഫലമനുസരിച്ചാണ് വിഷുഫലങ്ങൾ 27 നക്ഷത്രക്കാർക്കും എപ്രകാരമാണെന്ന് പറയുന്നത്. ഈ വർഷം ഏപ്രിൽ 14-ാം തീയതി ചോതി നക്ഷത്രത്തിലാണ് സംക്രമണം നടക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് 27 നക്ഷത്രക്കാർക്കും ഗുണമാണോ ദോഷമാണോ എന്ന് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്ന് പറയുമ്പോൾ ഏറിയ ഭാഗവും ഗുണം തന്നെയാണ്. കർമ്മമേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ്. കർമ്മത്തിലെല്ലാം വിജയമുണ്ടാകും. ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം നീങ്ങി ദാമ്പത്യ ഐക്യങ്ങൾ വന്നു ചേരുന്നതാണ്. ബന്ധുജന ഐക്യമുണ്ടാകുന്നതാണ്. സന്താന ലബ്ധി സാധിക്കുന്നതാണ്. ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതാണ്. സമ്പത്ത് വർദ്ധിക്കും. അപ്രതീക്ഷിതമായ പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള പരിഷ്കരണമോ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കർമ്മരംഗത്ത് പല അംഗീകാരങ്ങളും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വിദേശവാസം സാധ്യമാകുന്നതാണ്. വിദേശയാത്രകൾ, വിവാഹ തടസ്സങ്ങൾ മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യമുണ്ടാവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ വർഷത്തിൻ്റെ ഏറിയ ഭാഗവും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയം തന്നെയാണെന്ന് പറയാം. വർഷമധ്യത്തിൽ ഇവർക്ക് കുറച്ച് ദോഷഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നതാണ്. മാതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. ഉദരരോഗത്തിന് സാധ്യതകളുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പഴി കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മടി, അലസത എന്നിവ കാണുന്നുണ്ട്. മുൻകോപം വളരെയധികം കൂടുതലായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് മുൻകോപവും എടുത്തുചാട്ടവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. ഇവരുടെ മുൻകോപം കുറച്ചാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ എടുത്തുചാട്ടം, മുൻകോപം ഇതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉറപ്പായിട്ടും വലിയ വലിയ നിലകളിൽ എത്താൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ഈ വിഷുഫലം കൊണ്ട് ഇവർക്ക് ഏറിയ ഭാഗവും ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എല്ലാവരും സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. ആവുന്ന രീതിക്ക് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഈ പ്രാർത്ഥനയും വഴിപാടുകളെല്ലാം ഇവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾക്ക് ഒരു പരിധിവരെ കുറവ് വരുത്താൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വിഷുഫലം സർവ്വ ഐശ്വര്യങ്ങളും ലഭ്യമാക്കി തരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ.